പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ വീണ്ടും ഒരിക്കൽ കൂടി യാത്ര ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ അവസാനിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിന്ന് യാത്ര പോകേണ്ട ട്രെയിനാണ് നേരെ മുന്നിലായിട്ട് നിർത്തിയിട്ടിട്ടുള്ളത്. പൊന്മല ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഈ കാണുന്ന WDP 4D ഡീസൽ ലോക്കോയിലാണ് ഇന്ന് നമ്മൾ നിലമ്പൂർ തൊട്ട് ഷൊർണൂർ വരെ യാത്ര ചെയ്യുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിന് ഇത്തരത്തിൽ ഒരുപാട് ട്രെയിനുകളായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇത്തരത്തിലാണ് ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നത്. രാവിലെ 10:10 നമ്മുടെ ഈ ട്രെയിൻ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത്. അങ്ങനെ ഇപ്പോൾ കൃത്യം 10:10 തന്നെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു റോഡ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നിലമ്പൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ്. 06468 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. രാവിലെ 10:10 നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ 11:50 കൂടിയാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ വരെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 20 രൂപയാണ്. ആകെ മൊത്തം ഈ ട്രെയിൻ 66 കിലോമീറ്ററാണ് സർവീസ് നടത്തുന്നത്. ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ ട്രെയിനിന് സ്റ്റോപ്പും ഉണ്ട്. ആകെ മൊത്തം 12 റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിലുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ നിലമ്പൂർ ഷൊർണൂർ പാത പൂർണ്ണമായും സദേൺ റെയിൽവേയിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് വരുന്നത്. മലപ്പുറം, പാലക്കാട് എന്നീ 2 ജില്ലകളിൽ കൂടിയാണ് നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ പാത കടന്നു പോകുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആദ്യ സ്റ്റേഷനായ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് 06467 എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന ഷൊർണൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡ് എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ 9 മണിക്ക് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ടു 10:40 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെ നിലമ്പൂരിലേക്ക് പോകുന്ന ട്രെയിൻ അപ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ട്രെയിൻ അങ്ങനെ അപ്പം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. VNB എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. നമ്മുടെ ഈ നിലമ്പൂർ ഷൊർണൂർ പാത സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ ഷൊർണൂരിനും നിലമ്പൂരിനും ഇടക്കായി ട്രെയിൻ ക്രോസിങ്ങിനായി സൗകര്യമുള്ളത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുമാണ്.
ട്രെയിൻ അങ്ങനെ ഇതാ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ തൊടിയപുലം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊടിയപുലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് തൊടിയപുലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ വീണ്ടും ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 1927 97 വർഷങ്ങൾക്ക് മുന്നെയാണ് ബ്രിട്ടീഷുകാർ ഈ ഷൊർണൂർ നിലമ്പൂർ പാത നിർമ്മിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്നുള്ള തേക്കും മറ്റു തടികളെല്ലാം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ പാത നിർമ്മിച്ചത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ പാത അവർ നിർമ്മിച്ചത്. ഷൊർണൂരിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്കും, അങ്ങാടിപ്പുറത്ത് നിന്ന് വാണിയമ്പലത്തിലേക്കും, വാണിയമ്പലത്ത് നിന്ന് നിലമ്പൂരിലേക്കുമായി 3 ഘട്ടങ്ങളിലാണ് ഈ പാത നിർമ്മിച്ചത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബ്രോഡ് ഗേജ് പാതകളിൽ ഒന്നാണ് ഈ ഷൊർണൂർ നിലമ്പൂർ പാത എന്ന് പറയുന്നത്. 66 കിലോമീറ്ററാണ് ഈ ഷൊർണൂർ നിലമ്പൂർ പാതയുടെ ആകെ നീളം. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ തൂവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇതാ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് നമ്മുടെ ഈ തൂവൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. TUV എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തൂവൂർ.
ട്രെയിൻ എങ്ങനെയാണ് അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നേ ഈ പാതയിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു നമ്മുടെ ഈ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിലവിലിവിടെ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഈ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തായി ആ പണി നടക്കുന്നതൊക്കെ ഈ പാത വൈദ്യുതീകരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന സബ് സ്റ്റേഷനാണത്. ട്രെയിൻ എങ്ങനെയാ അപ്പോൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ട്. ട്രാക്കിന് മുകളിലൂടെയുള്ള ഓവർഹെഡ് ലൈനുകളും സൈഡിലെ പോസ്റ്റുകളെല്ലാം പൂർണ്ണമായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെയുള്ള ഇലക്ട്രിക് ലോക്കോ വെച്ചുള്ള പരീക്ഷണ ഓട്ടോ ഈ അടുത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഈ ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളെല്ലാം ഈ അടുത്ത് തന്നെയായി പൂർത്തിയാക്കി ഇലക്ട്രിക് ലോക്കോകൾ അടുത്ത് തന്നെ സർവീസ് ആരംഭിക്കുന്നത് തോന്നുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അതിൻ്റെ അടുത്ത സ്റ്റേഷനായ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് അപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് TKQ എന്നാണ്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്.
അങ്ങനെ ഇതാ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിലൂടെ സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇതായി നിർത്തിയിട്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്നും നിലമ്പൂരിലോട്ട് പോകുന്ന നിലമ്പൂർ എക്സ്പ്രസ് ആണ്. 16326 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. രാവിലെ 5:15 കോട്ടയത്ത് നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 11:45 കൂടിയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ എത്തിയിട്ടുള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയതോടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആകെ മൊത്തം 14 ട്രെയിനുകളാണ് സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് 7 ട്രെയിനുകളും നിലമ്പൂരിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് 7 ട്രെയിനുകളുമാണ് ആകെ മൊത്തം 14 ട്രെയിനുകൾ. ഈ ട്രെയിൻ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന പ്രധാനപ്പെട്ട ട്രെയിൻ എന്ന് പറയുന്നത് നിലമ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് സർവീസ് നടത്തുന്ന രാജറാണി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിനെ കൂടാതെ കോട്ടയത്തേക്ക് 1 ട്രെയിനും പാലക്കാടേക്ക് 1 ട്രെയിനും ഷൊർണൂരിലേക്ക് 4 ട്രെയിനുകളുമാണ് ഇവിടുന്ന് സർവീസ് നടത്തുന്നത്. നമ്മുടെ ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിലൂടെ സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകളും ഷൊർണൂർ വഴി കണക്ട് ചെയ്തിട്ടാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇത് അങ്ങനെ അടുത്തതായി എത്തിയിട്ടുള്ളത് ചെറുകര റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്.
നമ്മുടെ ട്രെയിൻ അത് അടുത്തതായി അങ്ങനെ എത്തിയിട്ടുള്ളത് കുലുക്കല്ലൂർ എന്നൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടുന്ന പണികളൊക്കെ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ മാത്രമല്ല, ഈ ട്രെയിൻ റൂട്ടിലെ മറ്റ് ചില റെയിൽവേ സ്റ്റേഷനുകളിലും പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലോട്ട് പോകുമ്പോൾ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് ഈ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് VPZ എന്നാണ്. പാലക്കാട് ജില്ലയിലായിട്ടാണ് നമ്മുടെ ഈ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഒരു മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്.
നമ്മുടെ ട്രെയിൻ എങ്ങനെയാ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഷൊർണൂർ എത്തുന്നതിന് മുന്നേയുള്ള ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് VDKS എന്നാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ ഈ വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം വീണ്ടും വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ വലത്തുവശത്തായി കാണുന്ന ഈ 2 ട്രാക്കുകൾ ഷൊർണൂരിൽ നിന്നും മാംഗ്ലൂരിലോട്ട് പോകുന്ന മെയിൻ ലൈനാണ് കാണുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഈ മെയിൻ ലൈനിൻ്റെ സൈഡിലൂടെ ആയിട്ടാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ എത്താപ്പോൾ അതിൻ്റെ അവസാന സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതായി എത്തിയിരിക്കുകയാണ്. 11:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 7 മിനിറ്റ് മുന്നേ ആയി 11:43 തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര നിലമ്പൂർ തൊട്ട് ഷൊർണൂർ വരെയുള്ള മനോഹരമായ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര നമ്മളിതായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.